വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണ് നമ്മുടെ നാട്ടിലെ ചൊല്ല്. അത് പുരാതന കാലം മുതലേ അത് ഏറ്റവും വലിയ ധനം വിദ്യാധനമാണ് എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. അത് സത്യം മാത്രമാണ്. കാരണം എന്തെല്ലാം ധനമുണ്ടായാലും അതെല്ലാം നശിച്ചു പോകാം, അതെല്ലാം പാഴായി പോകാം. പക്ഷേ വിദ്യാധനം, ആ ധനം ഒരിക്കലും നശിക്കുന്നില്ല. എവിടെ ചെന്നാലും വിദ്യയുള്ളവന് നേരിട്ട് നിൽക്കാനും ധൈര്യപൂർവ്വം നെഞ്ചുവിരിച്ച് കാര്യങ്ങൾ പറയാനും ഉള്ള കഴിവ് ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ വിദ്യയ്ക്ക് വേണ്ടി വളരെ കാലമായിട്ട്, ഒരു 30-40 കൊല്ലമായിട്ട് രക്ഷകർത്താക്കൾ പെടുന്ന പാട് നമ്മൾ കാണുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, ഹൈടെക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 1-ാം ക്ലാസ് വേണ്ട നഴ്സറി ക്ലാസ്സിന് വരെ ക്യാപിറ്റേഷൻ കൊടുത്ത്, ഒരു വർഷം മുമ്പ് തന്നെ 1-2 വയസ്സാവുന്നതിന് മുമ്പ് പ്ലേ സ്കൂളിൽ ക്യാപിറ്റേഷൻ കൊടുത്ത് കുട്ടികളെ അതിൽ ചേർത്ത് മോൾഡ് ചെയ്ത്, ഒരു തരത്തിൽ പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾ കളിക്കേണ്ട പ്രായത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്യാപിറ്റേഷൻ കൊടുത്ത് അവരെ പരിചരിച്ച് അവരെ പീഡിപ്പിച്ച് മനോരോഗികളാക്കി വിദ്യ അഭ്യസിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഏതാണ്ട് കുറച്ചു കാലം മുമ്പ് ഒരു കൊച്ചു കുഞ്ഞിനെ പട്ടിക്കൂട്ടിൽ കൊണ്ടുപോയി ഇരുത്തിയ കഥ പത്രപംക്തികളിലെല്ലാം, തിരുവനന്തപുരത്താണ് നടന്നത്. ആ കഥ നമ്മൾ വായിച്ചു. ഒരു ദിവസം പത്രത്തിൽ വന്നു, 2-ാം ദിവസം അത് മറഞ്ഞുപോയി. അടുത്ത ദിവസം വേറൊരു വാർത്ത വരുമ്പോൾ ആ വാർത്തയ്ക്ക് പ്രാധാന്യമില്ലാതാവുന്നു. അപ്പം എല്ലാം വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ നിരപരാധിയായ കുഞ്ഞുങ്ങൾ വിഷമിക്കുകയാണ്. അവർ മാതാപിതാക്കളിൽ നിന്നും കൊച്ചു കുട്ടിക്കാലത്ത് കിട്ടേണ്ടതായ ബാലലീലകളിൽ നിന്നെല്ലാം വിട്ടുമാറി ഈ കാരാഗ്രഹം, സത്യത്തിൽ കാരാഗ്രഹമാണ്. പ്ലേ സ്കൂളുകളും അതുപോലെ നഴ്സറി സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കുട്ടികളെ ടോർച്ചറി എന്ന ഇംഗ്ലീഷ് വാക്കേ ഉപയോഗിക്കാൻ പറ്റൂ, മോൾഡ് ചെയ്തെടുക്കുകയാണ് വിദ്യയ്ക്ക് വേണ്ടി, വലിയവരാക്കാൻ വേണ്ടി, ഉന്നതരാക്കാൻ വേണ്ടി. പക്ഷേ ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ, ഈ കാരണവന്മാർ, പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. സ്ത്രീകൾ അവരുടെ കുട്ടികളെ അയൽവക്കത്തെ കുട്ടിയേക്കാൾ, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള കുട്ടികളെക്കാൾ, അല്ലെങ്കിൽ മറ്റുള്ള സഹപാഠികളുടെ കുട്ടികളെക്കാൾ ഉന്നതമായ സ്ഥാനത്തെത്തിക്കണം, എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടി എന്ന് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി ബൊഫെ പാർട്ടികളിലും കല്യാണ പാർട്ടികളിലും പല വേദികളിലും തട്ടിവിടാൻ വേണ്ടി ഇങ്ങനെ കുട്ടികളെ അവർ ഇത്തരം സ്കൂളുകളിൽ ആക്കുകയാണ്. കുഞ്ഞുങ്ങളാണെങ്കിൽ സാഹചര്യങ്ങളോട് ഇണങ്ങി അവർ അത് ശീലിക്കുന്നു. അവർക്ക് വായിൽ കൊള്ളാത്ത വാക്കുകൾ പഠിക്കുന്നു. അവർക്ക് ഇഷ്ടപ്പെടാത്ത ശീലങ്ങൾ അവർ അനുവർത്തിക്കുന്നു. ഇപ്പോൾ ബീഹാറിൽ നിന്ന് ആനയെ വാങ്ങി കേരളത്തിൽ കൊണ്ടുവരുന്നു. ബീഹാറിൽ ഇപ്പം അത് നിരോധിച്ചിരിക്കുകയാണത്. ബീഹാറിൽ നിന്ന് ആനയ്ക്ക് മലയാളം അറിയില്ല. പക്ഷേ ടോർച്ചറി എന്ന് ഞാൻ നേരത്തെ പ്രയോഗിച്ച ആ മർദ്ദനമുറ കൊണ്ട് മലയാളം, ഇവിടുത്തെ സംസ്കാരമില്ലാത്ത ആനക്കാർ പറയുന്ന മലയാളം വാക്കുകൾ ആ ആന പഠിച്ച് എല്ലാ ശീലങ്ങളും മലയാളത്തിൽ പറയുന്നത് ഉൾക്കൊള്ളുന്നു. എങ്ങനെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ സാഹചര്യം, അതിന് കിട്ടുന്ന മർദ്ദനം, അതിന് കിട്ടുന്ന പീഡനം, അതിൻ്റെ ശക്തി കൊണ്ട് അവരങ്ങനെ ആവുകയാണ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളും എൻ്റെ ദൃഷ്ടിയിൽ ഇതാണ് ഇവിടെ നടക്കുന്നത്. കുഞ്ഞുങ്ങളെ അമ്മമാരും അച്ഛന്മാരും അതുപോലെ കൂട്ടുകാരൊത്ത് കളിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട സമയത്താണ് നമ്മൾ ഈ നഴ്സറി സ്കൂൾ മുതൽ അങ്ങേയറ്റം വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് തള്ളിവിടുന്നത്. ഈ കുഞ്ഞുങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരാവാനോ അല്ലെങ്കിൽ ഭിഷഗ്വരന്മാരാവാനോ അതുപോലെ എന്തെല്ലാമാണോ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് പരുവപ്പെടുത്തുകയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പക്ഷേ ഇതെല്ലാം സത്യമാവാറുണ്ടോ, ഇതെല്ലാം പ്രാവർത്തികമാവാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. കാരണം ബുദ്ധിയില്ലാത്തൊരു കുട്ടി, വിദ്യായോഗമില്ലാത്തൊരു കുട്ടി എവിടെ എത്ര വലിയ സ്കൂളിൽ പഠിച്ചാലും ആ കുട്ടി ബുദ്ധിതലത്തിൽ ഉയർന്ന് പ്രവർത്തിക്കാൻ വളരെ പ്രയാസമാണ്. അത് അതിൻ്റേതായ ഒരു സാച്ചുറേഷൻ പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ ആ പുരോഗതി തടയപ്പെടുന്നു എന്നാണ് കണ്ടിരിക്കുന്നത്. മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടി വളരെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് മിടുക്കന്മാരാവുന്ന സമയത്ത് അതേ സ്റ്റേജിലുള്ളതായ കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് ഒന്നും ആകാതെ പോകുന്ന ഒരു 100 കഥകൾ എൻ്റെ ദൃഷ്ടിയിലുണ്ട്. മലയാളം മീഡിയത്തിൽ അവർ കാര്യം മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ അവർ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് ടീച്ചർമാരും മറ്റുള്ളവരും പറയുന്നത് കേട്ട് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യാറുള്ളത്. ഈ സത്യം ആരും മനസ്സിലാക്കുന്നില്ല. മലയാളത്തിനോട് പുച്ഛമാണ്, മാതൃഭാഷ അറിയാൻ പാടില്ല എന്ന് പറയുന്നത് വലിയ കേമമാണ് എന്നെല്ലാം പറയുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്ന. ഒരു വലിയ എഴുത്തുകാരൻ, അയാൾ കോളമിസ്റ്റാണ്. ഞാൻ അയാൾ എഴുതുന്ന ഒന്നും വായിക്കാറില്ല. അയാൾക്ക് മലയാളം എഴുതാൻ അറിയില്ല. അയാൾ മലയാളത്തിലാണ് എഴുതുന്നത്. അതുപോലെ പ്രൊഫസർ എം കൃഷ്ണൻ നായർ പറഞ്ഞ ചില ആളുകളുടെ മലയാളം നമ്മൾ കേട്ടാൽ കണ്ണും പൊത്തി ഓടും. അദ്ദേഹം അവരുടെ പേരൊക്കെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാനത് പറയുന്നില്ല. മലയാള ഭാഷ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നതും മാതൃഭാഷ വളരെ ഭംഗിയായി ചെയ്യുന്ന ആളുകളെയും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. സി വി കുഞ്ഞിരാമൻ, എം ആർ ഭട്ടതിരിപ്പാട്, സി വി കുഞ്ഞിരാമൻ്റെ മകൻ്റെ മകനായ കൗമുദി ബാലകൃഷ്ണൻ, വൈക്കം ചന്ദ്രശേഖരൻ നായർ, എസ് കെ പൊറ്റക്കാട്, ഇവരെല്ലാം മലയാള ഭാഷ എഴുതുമ്പോൾ ആ പ്രോസ് പോലും കവിതയായി മാറും. ഒ എൻ വി കുറുപ്പ് സാറ് കവിത എഴുതുമ്പോൾ അത് കഥയായി മാറും. എം ടി വാസുദേവൻ നായർ കഥ എഴുതുമ്പോൾ അത് കവിതയും മറ്റു പലതുമായി മാറും. ഇവരൊന്നും, ഈ പറയുന്ന വ്യക്തികൾ ആരും ഇത്തരത്തിലുള്ള സ്കൂളുകളിലല്ല പഠിച്ചത്. അവർക്കെല്ലാം അവർ വിദ്യാസമ്പന്നരായിരുന്നു. അവരുടെ വിദ്യ കൊണ്ടും പ്രതിഭ കൊണ്ടും അവർ കേമന്മാരായി, നാടിൻ്റെ പേര് അവരുടെ പേരായി മാറി. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടാലും കൊണ്ടാലും നമ്മുടെ നാട്ടിലെ സിസ്റ്റം കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കുക, മലയാള ഭാഷ ചവിട്ടിത്തേക്കുക, മലയാളത്തോട് പുച്ഛം ഉണ്ടാക്കുക, ഇങ്ങനെ ഉള്ള സമ്പ്രദായമാണ് ഇവിടെ ഇന്നും ഇനി നാളെയും നടക്കാൻ പോകുന്നത്. എത്ര വലിയ ഫീസ് കൊടുക്കുന്നുവോ അത്ര വലിയ ഫീസ് കൊടുക്കുന്ന കുട്ടിയാണ് കേമൻ അല്ലെങ്കിൽ കേമത്തി. എൻ്റെ കുട്ടി സർക്കാർ സ്കൂളിൽ LP സ്കൂളിലാണ് പഠിക്കുന്നത്, സർക്കാർ സ്കൂളിൽ ഹൈസ്കൂളിലാണ് പഠിക്കുന്നതെന്ന് നാണക്കേടുള്ള എത്രയോ മാതാപിതാക്കന്മാരെ ഞാൻ കണ്ടിരിക്കുന്നു. അവരെല്ലാം എൻ്റെ മക്കള് കുറേ ഇംഗ്ലീഷ് വാക്കുകൾ കൂട്ടിച്ചേർത്ത ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഒരു അന്തസ്സാണ്. ഇന്ന ഡോക്ടറുടെ അല്ലെങ്കിൽ ഇന്ന സയൻറ്റിസ്റ്റിൻ്റെ മകനും അവിടെ പഠിക്കുന്നു എന്നെല്ലാം തട്ടി മൂളിക്കുകയും ചെയ്യും. പക്ഷെ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളിടത്താണ് സത്യസ്ഥിതി. ഒരു കുട്ടിക്ക് വിദ്യായോഗം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആദിത്യന് ബലമുണ്ടെങ്കിൽ മാത്രമേ ഒരു കുട്ടിക്ക് വിദ്യ ലഭിക്കൂ. അല്ലാതെ എവിടെ കൊണ്ടുപോയി ഏത് രീതിയിൽ ഇവരെ പരുവപ്പെടുത്തിയാലും ആ കുട്ടിക്ക് വിദ്യ ഉണ്ടാകാൻ പോകുന്നില്ല. ആദിത്യന് ബലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. മകരം പിടിച്ചുള്ള മാസത്തിൽ മകരം, കുംഭം, മീനം, മേടത്തിൽ വരുമ്പോഴാണ് ആദിത്യൻ അത്യുച്ചനാകുന്നത്. മേടം 10-ാം തീയതിയാണ് ആദിത്യൻ അത്യുച്ചനാകുന്നത്. മേടമാസത്തിൽ ജനിക്കുന്ന കുട്ടികൾ, അതുപോലെ മീനമാസത്തിൽ ജനിക്കുന്ന കുട്ടികൾ, അവർക്കൊക്കെ കുംഭമാസം മകരമാസത്തിലൊക്കെ ജനിക്കുന്ന കുട്ടികൾക്ക് ആദിത്യന് ബലം ഉണ്ടാവും. ആദിത്യൻ ബലമുള്ള അവസ്ഥയിലായിരിക്കും. പിന്നെ ആദിത്യൻ നിൽക്കുന്നത്, ബലം ഉണ്ടായാൽ പോലും ആ മാസത്തിൽ നിൽക്കുന്നത്, ഇപ്പോൾ കുംഭത്തിൽ ജനിച്ച കുട്ടിയുടെ ആദിത്യൻ കുംഭത്തിലായിരിക്കും നിൽക്കുന്നത്. മീനത്തിൽ ജനിച്ച കുട്ടിയുടെ ആദിത്യൻ മീനത്തിലായിരിക്കും. മേടത്തിലാണെങ്കിൽ മേടത്തിലായിരിക്കും. ഇടവമാസം ആദിത്യന് നല്ലതാണ്, പക്ഷേ ബലം കുറയും. മിഥുനത്തിൽ ബലം കുറയും. കർക്കിടകത്തിൽ ബലം കുറയും. ചിങ്ങം സ്വക്ഷേത്രമാണ്, പക്ഷേ അവിടെ ആദിത്യന് ബലമുണ്ടോ എന്ന് ചോദിച്ചാൽ ബലമില്ല. ഇതാണ് ആദിത്യൻ്റെ സ്ഥിതി. കന്നി, അവിടെ ബലമുണ്ടോ എന്ന് ചോദിച്ചാൽ ബലക്കുറവാണ് വരുന്നത്.
തുലാം ആദിത്യന് നീചനാണ്. പക്ഷെ നീചത്തിൽ നിന്ന് നീചഭംഗം ചെയ്താൽ വകുപ്പ് മാറും. ഇതാണ് ആദിത്യന്റെ ബലത്തിന്റെ കണക്ക്. ആദിത്യന് ബലം ഉണ്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു പോയാൽ കാര്യം ശരിയാവില്ലല്ലോ. എന്താണ് ആദിത്യന്റെ ബലം എന്ന് മനസ്സിലാക്കണ്ടേ? അപ്പൊ ആദിത്യന്റെ ബലമാണ് ആദ്യം വിദ്യാകാര്യത്തിലെ പ്രധാനം. പിന്നെ ഒരു കുട്ടിയുടെ ജാതകം എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ജനനസമയം എടുത്ത് നോക്കി ജാതകം ഉണ്ടാക്കി നോക്കിയാൽ, വ്യാഴം സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ബുധൻ ശുക്രൻ മുതലായവർ ഇതേപോലെ ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ രണ്ടാം ഭാവം കൊണ്ടാണ് നമ്മൾ വിദ്യയെ ചിന്തിക്കുന്നത്, നിന്നാൽ ആ കുട്ടിക്ക് വിദ്യ കിട്ടും. ഞാൻ ഇത്രയും പറഞ്ഞു. വ്യാഴത്തിന് മൗഢ്യം പാടില്ല, ബുധന് മൗഢ്യം പാടില്ല, ശുക്രന് മൗഢ്യം പാടില്ല. ചന്ദ്രന് ബലം വേണം. പ്രത്യേകം ഓർക്കണം, ചന്ദ്രന് ബലം വേണം. എല്ലാ യന്ത്രങ്ങളും ചലിപ്പിക്കാൻ ഗ്രീസ് വേണം, അല്ലെങ്കിൽ ഓയിൽ വേണം. അതാണ് ചന്ദ്രന്റെ ധർമ്മം. ചന്ദ്രന് ബലമുണ്ടെങ്കിൽ മാത്രമേ ആ കാര്യം അവിടെ നടക്കൂ. ഇനിയോ ബലവാനായ വ്യാഴം, ബുധൻ, ഇവർ രണ്ടിൽ നിന്നാൽ, രണ്ട് വിദ്യാസ്ഥാനമാണ്, ബലവാനായിരിക്കണം. ബലവാനായ വ്യാഴവും ബുധനും രണ്ടിൽ നിന്നാൽ ആ കുട്ടിക്ക് നല്ല വിദ്യ ലഭിക്കുന്നു. അവിടെയും ഞാൻ പറഞ്ഞ തിയറി, മൗഢ്യം മുതലായ കാര്യങ്ങളൊന്നും പാടില്ല. രണ്ടിൽ അതുപോലെ വ്യാഴം, ചന്ദ്രൻ മുതലായവർ ബുധയോഗം ചെയ്തു നിന്നാൽ ആ കുട്ടിയും ഉന്നതമായ വിദ്യായോഗത്തിന് അർഹനാണ്. അതുപോലെ ഒരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ, വിദ്യാർത്ഥിയുടെ ലഗ്നത്തിന്റെ 2, 4, 5 ശുഭസ്ഥാനത്ത് 4-ാം ഭാവാധിപൻ നിന്നാൽ, 4, 5 ഭാവാധിപന്മാർ വന്ന് നിന്നാൽ ആ കുട്ടിക്കും വിദ്യാനേട്ടം ഉണ്ടാകുന്നതാണ്. 2-ലെ വ്യാഴത്തെ ബുധനും ചന്ദ്രനും നോക്കുന്നു എന്ന് വയ്ക്കുക, വിദ്യാനേട്ടമാണ് അതിൻ്റെ ഫലം. ബുധനും ശനിയും ഉച്ചത്തിൽ നിന്നാലും ഇതുപോലെ വിദ്യാനേട്ടം നമുക്ക് പറയാം. കുജനെ ശനി നോക്കിയാൽ അതും വിദ്യാനേട്ടത്തിന് കാരണമാണ്. കുജനെ ബുധനും ചന്ദ്രനും നോക്കുക, അതും നമുക്ക് വിദ്യാനേട്ടത്തിന് കാരണമാണ്. വ്യാഴത്തിനെ ശുക്രൻ ദൃഷ്ടി ചെയ്താൽ ആ കുട്ടിക്ക്, അല്ലെങ്കിൽ ആ ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും വിദ്യ ലഭിക്കും. വ്യാഴം 2-ൽ, ശുക്രൻ 2-ൽ ഇങ്ങനെ വന്നാലും ഉന്നത വിദ്യായോഗം തന്നെയാണ്. 4, 5 ഭാവാധിപന്മാർ 5-ലോ 10-ലോ നിന്നാലും വിദ്യാനേട്ടം നമുക്ക് പ്രവചിക്കാം. ഇതെല്ലാം ഇതിൻ്റെ തിയറികളാണ്. അത് വിട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബുധന് മൗഢ്യം ഉണ്ടാകാതിരിക്കുക. ബുധന് മൗഢ്യം ഉണ്ടായാൽ വിദ്യക്ക് തകരാറ് വരും. പക്ഷേ മറഞ്ഞ ബുധന് നിറഞ്ഞ വിദ്യ എന്നൊരു തിയറി ഉണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ലഗ്നാധിപനായ ബുധന് മൗഢ്യം വന്നാലോ സ്വക്ഷേത്ര ബലവാനായ ബുധന് മൗഢ്യം വന്നാലോ വിദ്യക്ക് ഭംഗം പറയാൻ പാടില്ല. വക്രമൗഢ്യമുള്ള ബുധൻ, സാധാരണഗതിയിൽ ജ്യോതിഷികൾ പറയും വക്രമൗഢ്യം ബുധന് വന്നു പോയി, ഇല്ല. വക്രമൗഢ്യമുള്ള ഒരു ബുധൻ ഒരു കുട്ടിയുടെ ജാതകത്തിലുണ്ടെങ്കിൽ അവന് ഇരട്ടി വിദ്യയാണ് കിട്ടുക. അത് പ്രത്യേകം അനേകം ജാതകങ്ങൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. അനേക ജാതകങ്ങൾ പരിശോധിച്ചിട്ട് വക്രമൗഢ്യമുള്ളവരുടെ എല്ലാം വിദ്യാകാര്യങ്ങളിൽ അവർ അഗ്രേസരന്മാരായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇത് വിദ്യയുടെ തിയറിയാണ്. ജ്യോതിഷക്കാർ പറയുന്ന, അല്ലെങ്കിൽ ജ്യോതിഷ പുസ്തകങ്ങളിൽ പറയുന്ന തിയറിയാണ് ഈ പറയുന്നത്. ഈ തിയറിയെല്ലാം കവച്ചു വയ്ക്കുന്ന പല കാര്യങ്ങളും ഇതിന് തടസ്സമായി വരും. കാരണം ഇത്തരം ഗ്രഹങ്ങളെ, നീചഗ്രഹങ്ങൾ നോക്കുക, ഇവർക്ക് മൗഢ്യം വരിക, അതുപോലുള്ള കാര്യങ്ങൾ വിദ്യയെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. രവി ബുധ യോഗം ഒരു പരിധിവരെ നല്ലതാണെങ്കിലും ആ രവി ബുധ യോഗത്തിൽ രവിയുടെ അവസ്ഥയും ശക്തിയും അനുസരിച്ചായിരിക്കും ബുധൻ തൻ്റെതായ ബലം പ്രദാനം ചെയ്യുന്നത്. ഏതു തരത്തിൽ പറഞ്ഞാലും, എന്തു തരത്തിൽ പറഞ്ഞാലും ബുധനാണ് വിദ്യയുടെ കാരകൻ. അപ്പൊ വിദ്യക്ക് എന്തെങ്കിലും തകരാറുള്ള ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ കുട്ടിക്ക് ബുധന്റെ സ്തോത്രം ജപിക്കുക വളരെ വിശേഷമാണ്. ബുധന്റെ സ്തോത്രം പ്രിയങ്കു കലികാശ്യാമം രൂപേണാം പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണതോസ്മ്യഹം. അപ്പോൾ വിദ്യ പ്രദാനം ചെയ്യുന്ന ബുധനാണ്
ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മൗഢ്യം വരുന്നത് സൂര്യനോട് അടുത്ത് സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ബുധൻ. ബുധനും രവിയും ഒരുമിച്ച് അടുത്തടുത്തായിരിക്കും നിൽക്കുന്നത്. മിക്കവാറും രവി ബുധ യോഗം എല്ലാ പോലീസുകാർക്കും ഉണ്ടാവുകയും ചെയ്യും. അത് നിപുണ യോഗം എന്ന് പറയുന്ന യോഗമാണ്. പക്ഷെ ഇതാണെങ്കിലും ബുധൻ പലപ്പോഴും മൗഢ്യത്തിലായിരിക്കും. സൂര്യന്റെ പ്രഭയേറ്റ് മൗഢ്യം വരും. സൂര്യനോട് അടുക്കുമ്പോൾ മൗഢ്യം വരുന്ന ഏറ്റവും കൂടുതൽ മൗഢ്യം വരുന്നത് ബുധനാണ്. അപ്പോൾ വിദ്യാർത്ഥികളാണോ ബുധന്റെ സ്തോത്രം ജപിക്കുന്നത് വളരെ വിശേഷമാണ്. വിദ്യാകാര്യത്തിൽ ബുധന്റെ സ്തോത്രം പോലെ തന്നെ നമുക്ക് ജപിക്കാവുന്ന ഒന്നാണ് ദക്ഷിണാമൂർത്തി മന്ത്രം. ദക്ഷിണാമൂർത്തി എന്ന് വെച്ചാൽ ശിവന്റെ സന്യാസ രൂപമാണ്. സതീവിയോഗത്തിന് ശേഷം കൽപ്പവൃക്ഷ ചുവട്ടിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരേ ഒരു ദൈവം, ഹിന്ദുക്കളുടെ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരേ ഒരു ദൈവം ദക്ഷിണാമൂർത്തിയാണ്. ദക്ഷിണാമൂർത്തി ശിവന്റെ സന്യാസ രൂപമാണ്. എല്ലാ ശിവക്ഷേത്രത്തിലും തെക്കേ കട്ടളപ്പടിയിൽ ദക്ഷിണാമൂർത്തി സ്ഥിതി ചെയ്യുന്നുണ്ടാവും. കേരളത്തിലെ ദക്ഷിണാമൂർത്തി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വൈക്കമാണ്. വൈക്കത്തപ്പൻ ദക്ഷിണാമൂർത്തിയായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അവിടെ ദക്ഷിണാമൂർത്തി രൂപത്തിലിരിക്കുന്ന വൈക്കത്തപ്പൻ സർവ കലകളുടെയും സർവ വിദ്യകളുടെയും ദാതാവായിട്ടാണ് ഇരിക്കുന്നത്. കരകരപ്രിയ രാഗം അദ്ദേഹത്തിൻ്റെ സ്വന്തം എന്നാണ് പറയുന്നത്. അതുപോലെ പല പല വിദ്യകളും പല പല കവികളും കലാകാരന്മാരും വൈക്കം ക്ഷേത്രത്തിലെ മേൽശാന്തിമാരെല്ലാം പാട്ടുകാരോ കലാകാരന്മാരോ ഒക്കെ ആയിട്ട് മാറാറുണ്ട്. പ്രസിദ്ധനായ സംഗീത പണ്ഡിതൻ ദക്ഷിണാമൂർത്തി സ്വാമി വൈക്കത്തപ്പനെ സേവിച്ചാണ് ഇത് മുഴുവൻ നേടിയതെന്ന് അദ്ദേഹം എല്ലാ സമയത്തും എല്ലാ കാലത്തും പറയാറുണ്ട്. അപ്പോൾ ദക്ഷിണാമൂർത്തി മന്ത്രം, ദക്ഷിണാമൂർത്തിക്ക് മാത്രമായ ഒരു ക്ഷേത്രം കേരളത്തിലുണ്ട്. വൈദ്യമഠം നമ്പൂതിരിമാരുടെ കുടുംബക്ഷേത്രമായ പാലക്കാട് ജില്ലയിൽ ശുഗപുരത്ത്, മേഴത്തൂർ ശുഗപുരത്ത് ദക്ഷിണാമൂർത്തി ക്ഷേത്രമുണ്ട്. അത് ദക്ഷിണാമൂർത്തിക്ക് മാത്രമായിട്ടുള്ള ക്ഷേത്രമാണ്. മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ദക്ഷിണാമൂർത്തി ശിവക്ഷേത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടാവും. അത് തെക്കോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. കട്ടളപ്പടിയുടെ അവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. കേരളത്തിലെ പ്രധാനപ്പെട്ട ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ ദക്ഷിണാമൂർത്തി മന്ത്രം നമ്മൾ വിദ്യയ്ക്ക് എന്തെങ്കിലും തകരാറ് കണ്ടാൽ, മൗഢ്യമുണ്ടെങ്കിൽ നിത്യം 3 വട്ടം ജപിച്ചാൽ മതി. ആ കുട്ടി വിദ്യയിൽ വളരെ വലിയ ഉന്നതിയിലെത്തുകയും വേണ്ടത് വേണ്ടപ്പോൾ തോന്നുകയും നാക്കത്ത് ബുദ്ധിയിൽ പ്രതിഭയിൽ വേണ്ടത്ര തിളക്കം വരികയും ചെയ്യും. ആ മന്ത്രം ഇങ്ങനെയാണ്: ഗുരുവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തി നമോ നമ. പരീക്ഷ എഴുതാൻ നേരത്തും അതുപോലെ പഠിക്കാൻ പുസ്തകം തുറക്കുന്ന സമയത്തും ഈ മന്ത്രം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതിൻ്റെ അത്ഭുത ശക്തി നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ വിദ്യാദേവതയാണ് സാക്ഷാൽ മൂകാംബിക. മൂകാംബിക സ്തോത്രം, മൂകാംബിക ക്ഷേത്രം പറവൂർ, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മൂകാംബിക ക്ഷേത്രം പറവൂരാണ്. പറവൂർ, അതുപോലെ പനച്ചിക്കാട്, അതുപോലെ പല സ്ഥലത്തും മൂകാംബിക ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ കൊല്ലൂരുള്ള മൂകാംബിക. അപ്പം മൂകാംബിക സ്തുതി എന്തെങ്കിലും ഇഷ്ടംപോലെ മൂകാംബിക സ്തുതികളുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതുമേ സദാ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്തോത്രങ്ങളുണ്ട്. അത് നമുക്ക് ജപിക്കാം. വിദ്യാകാര്യത്തിൽ എന്തെങ്കിലും തകരാറുള്ള കുട്ടിക്ക് സാരസ്വതകൃതം വാങ്ങി ദക്ഷിണാമൂർത്തി സാന്നിധ്യമോ മൂകാംബിക സാന്നിധ്യമോ ഉള്ള ക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ച് അത് വെറും വയറ്റിൽ രാവിലെ സേവിക്കാൻ കൊടുക്കുന്നത് വളരെ വിശേഷമാണ്. ചോറ്റാനിക്കര ഭഗവതിക്ക് മൂകാംബിക സാന്നിധ്യമുണ്ട്. അതുപോലെ മറ്റ് പല ഭഗവതി ക്ഷേത്രങ്ങളിലും മൂകാംബിക സാന്നിധ്യം വരും. ശിവക്ഷേത്രത്തിൽ വൈക്കം മാത്രമല്ല പല ക്ഷേത്രങ്ങളിലും ദക്ഷിണാമൂർത്തി ഭാവം വരുന്ന ക്ഷേത്രങ്ങളുണ്ട്. അത്തരം ക്ഷേത്രങ്ങളിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. പറവൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഒരു പ്രത്യേക കൂട്ടി ഉണ്ടാക്കുന്ന കഷായം, ആ കഷായം സാധാരണ രീതിയിൽ കുട്ടികൾക്ക് വെറും വയറ്റിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ കൊടുത്താൽ അതും വളരെ വിശേഷമാണ്. പിന്നെ വിദ്യാകാര്യത്തിൽ യോഗങ്ങൾ ഒരു പ്രധാന ഘടകമാണ്. ബുധൻ തരുന്ന യോഗമാണ് ഭദ്രയോഗം. ആ ഭദ്രയോഗം ഫലിക്കണമെങ്കിൽ ചന്ദ്രന് ബലം വേണം, ബുധന് ബലം വേണം, മറ്റു കാര്യങ്ങളെല്ലാം വേണം ഭദ്രയോഗം.
അതുപോലെ സരസ്വതി യോഗം. സരസ്വതി യോഗം എന്ന് പറയുന്നത് ബുധൻ, ശുക്രൻ, വ്യാഴം ഇവരെല്ലാം സ്വക്ഷേത്രത്തിലോ ഉച്ചബലവാനായിട്ട് കേന്ദ്ര ത്രികോണങ്ങളിൽ നിൽക്കുന്നതാണ് സരസ്വതി യോഗം. ആ യോഗമുള്ള ആളുകളും വിദ്യയുടെ കാര്യത്തിൽ അദ്വിതീയരായിരിക്കും. അതുപോലെ നേരത്തെ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തിരിച്ചു വരികയാണ്. എത്ര ഗംഭീരമായി പണം ചെലവാക്കി എത്ര വലിയ സ്കൂളിൽ പഠിപ്പിച്ചാലും യാതൊരു നേട്ടവും ഉണ്ടാകാതെ പോകുന്ന കുട്ടികളുടെ കാര്യം പരിശോധിക്കുമ്പോൾ അവരുടെ ജാതകത്തിൽ ഈ ബുധന്റെ മൗഢ്യമോ അല്ലെങ്കിൽ രണ്ടാം ഭാവാധിപൻ, വിദ്യയുടെ അധിപനായ രണ്ടാം ഭാവാധിപന്റെ തകരാറുകളോ വ്യക്തമായി നമുക്ക് കാണാം. അതിനെ ദൈവം വിചാരിച്ചാൽ പോലും മാറ്റിമറിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഈ സത്യം നമ്മൾ പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. ഞങ്ങൾ അങ്ങനെ നേടും, ഇങ്ങനെ നേടും, മറ്റത് നേടും. ശരിയാണ്. തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കോ നമ്മൾ ഇവിടെ നിന്ന് +2 പഠിച്ച് പാസ്സായ കുട്ടി, തട്ടിമുട്ടി പാസ്സായ കുട്ടി പോയി കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ബിരുദം കിട്ടും. അവിടെ പണം അടച്ചാൽ മതി. അവർ കൃത്യമായ സമയത്ത് അവിടെ കാര്യമായ ഇവിടുത്തെ പോലെ സമരവും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അവർ ആ ഡിഗ്രി എടുത്ത് കയ്യിൽ തരും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ആളുകൾ. അതുപോലെ വടക്കേ ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളും യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. അവിടെയെല്ലാം പോയി കഴിഞ്ഞാൽ MBBS വേണമെങ്കിൽ പണം അടച്ചു കഴിഞ്ഞാൽ അവർ കയ്യിലെടുത്ത് തരും. ചൈനയിൽ നിന്ന് കിട്ടും. MBBSനൊന്നും വലിയ വാല്യൂ ഇല്ല എന്നുള്ളതാണ് സത്യം. അവരും ഡോക്ടർ, ഞാനും ഒരു പെൺ എന്ന സിനിമ പോലെ ഞാനും ഒരു ഡോക്ടർ, ഞാനും ഒരു എഞ്ചിനീയർ എന്ന് പറയാമെന്നല്ലാതെ അവർക്ക് സത്യത്തിൽ അവരുടെ തൊഴിലിനോട് നീതി പുലർത്താനോ പ്രാഗൽഭ്യം ഉണ്ടാക്കാനോ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ബുദ്ധിയുടെ കേന്ദ്രമായ വിദ്യ, ആ വിദ്യയുടെ കേന്ദ്രമായ രണ്ടാം ഭാവം, സരസ്വതി, ദക്ഷിണാമൂർത്തി, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ അനുഗ്രഹം, അതുപോലെ സരസ്വതി യോഗം, ഭദ്രയോഗം മുതലായ യോഗങ്ങൾ, ഇതെല്ലാമാണ് ഒരാളുടെ വിദ്യയെ നിയന്ത്രിക്കുന്നത്. ആ വിദ്യ ഉള്ളവനാണ് യഥാർത്ഥ വിദ്യാർത്ഥി, അവനാണ് യഥാർത്ഥ പ്രതിഭാശാലി. ഇപ്പോൾ കോളേജും സ്കൂളുകളും തുറക്കാൻ പോവുകയാണ്. രക്ഷകർത്താക്കൾ നെട്ടോട്ടം ഓടുകയാണ്. തങ്ങളുടെ കുട്ടികളുടെ കർമ്മഭാവം, 10ാം ഭാവം ഏതാണെന്ന് ശ്രദ്ധിക്കാതെ അവർ ആഗ്രഹിക്കുന്ന, കുട്ടികൾ ആഗ്രഹിക്കുന്നതല്ല, രക്ഷകർത്താക്കൾ ആഗ്രഹിക്കുന്ന വിദ്യയ്ക്ക് വേണ്ടി പണം കൊടുത്ത് അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തി അവർ സംഗതി വാങ്ങിയെടുത്ത് കുട്ടികളെ ബെടക്കാക്കുകയാണ് അല്ലെങ്കിൽ ചീത്തയാക്കുകയാണ് എന്നുള്ള വിനീത അഭിപ്രായമാണ് എനിക്കുള്ളത്. കുട്ടികളുടെ വിദ്യ എങ്ങനെ, അവരുടെ കർമ്മമേഖല എങ്ങനെ എന്നറിഞ്ഞ് വേണ്ടത്ര വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള അനേക വിദ്യാ കേന്ദ്രങ്ങൾ, അനേക തരത്തിലുള്ള വിദ്യകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയുക.